ഒരു കർഷകന്റെ ഓണം. മണൽ കലർന്ന വഴിയിലൂടെ ചെരുപ്പ് പോലും ഇല്ലാതെ നടന്നു പോകുന്ന രാമൻ. എന്നാൽ അവൻ ഗ്രാമത്തിലെ ചെറിയ കർഷകൻ. പകൽ മുഴുവൻ വിയർപ്പ്, രാത്രിയിൽ കിടക്കുന്നത് തീർന്ന കടപ്പത്രങ്ങളുടെ ഭാരത്തോടെയായിരുന്നു. ഓണം അടുത്തു. വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ അച്ഛാ, പുതിയ വസ്ത്രം കിട്ടുമോ? അമ്മ വീട്ടിൽ പറഞ്ഞു, പൂക്കളം ഇടാൻ കുറച്ചു പൂവ് എങ്കിലും കൂട്ടിക്കൊണ്ടുവരണം. അവർക്ക് അറിയില്ലായിരുന്നു അച്ഛന്റെ കൈകളിൽ ഒന്നുമില്ലാത്തത്. ആ ദിവസം രാമൻ തന്റെ ചെറിയ കൃഷിയിടത്തിലേക്ക് പോയി. കടബാധ്യത കാരണം വിള മുഴുവൻ ബാങ്ക് പിടിച്ചെടുത്തു. പാടത്തിനരികിൽ നിന്നപ്പോൾ കണ്ണിൽ നിറഞ്ഞത് കണ്ണീരും മണ്ണിന്റെ മണം മാത്രം. എന്നാൽ ഗ്രാമത്തിലെ യുവാക്കൾ ഒന്നിച്ചുകൂടി. ഈ ഓണത്തിൽ നമ്മുടെ ഗ്രാമത്തിലെ ഒരു വീട്ടിലും ദീപം കെടരുത് എന്ന് അവർ തീരുമാനിച്ചു. അവരുടെ ഇടയിൽ ഒരാൾ രാമന്റെ കഥ തുറന്നു പറഞ്ഞു. ഓണത്തിന്റെ പകലിൽ രാമന്റെ വീട്ടിൽ നിന്ന് കേട്ടത് കുട്ടികളുടെ ചിരിയായിരുന്നു. വാതിൽക്കൽ പൂക്കളം, വീട്ടിനുള്ളിൽ ഓണസദ്യ. ആരും ചോദിച്ചില്ല ഇത് എങ്ങനെ. കാരണം ഓണം വ്യക്തിപരമായൊരു ആഘോഷമല്ല, അത് കൂട്ടായ്മയുടെ പുണ്യമാണ്. രാമന്റെ കണ്ണിൽ നിറഞ്ഞത് നന്ദിയുടെയും അഭിമാനത്തിന്റെയും കണ്ണീർ. എന്റെ മണ്ണ് എടുത്താലും എന്റെ ഗ്രാമം എനിക്ക് നഷ്ടമാവില്ല എന്നുറപ്പുണ്ടായി. ഓണത്തിന്റെ യഥാർത്ഥ അർത്ഥം പുതിയ വസ്ത്രങ്ങളും വിഭവസത്തയുമല്ല, മറിച്ച് പരസ്പരം കൈപിടിച്ചു നിൽക്കുന്ന മനസ്സാണ്.